2018 മുതൽ, അതായത് കഴിഞ്ഞ 7 വർഷമായി തമിഴ് സിനിമാ ലോകത്ത് വിലക്ക് നേരിടുകയാണ് ചിന്മയി. അതായത് ഒരു അനീതിക്കെതിരെ, അതും തനിക്ക് നേരെ ഉണ്ടായ ഒരു അനീതിക്ക് നേരെ ശബ്ദം ഉയർത്തിയതിന് മാതൃഭാഷയിൽ പാടാൻ കഴിയാതെ വർഷങ്ങളായി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു പാട്ടുകാരിക്ക് മറ്റൊരാൾ പാടിയ പാട്ട് അയാളുടെ അഭാവം കൊണ്ട് മാത്രം സ്റ്റേജിൽ പാടേണ്ടി വരികയും അതിന് കണ്ണു നിറയെ കയ്യടി കിട്ടുകയും ചെയ്യുന്ന ആ നിമിഷത്തെ ഏത് വാക്കുകൊണ്ടാണ് ലിജിൻ നമ്മളിവിടെ ചിട്ടപ്പെടുത്തേണ്ടത്? അസേതു പ്രതിഭയെ അല്ലെങ്കിൽ കലാകാരനെ അല്ലെങ്കിൽ കലയെ ആ ഒരു വിലക്ക് കൊണ്ട് മാറ്റി നിർത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ബാഹ്യശക്തികൾക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് തൻ്റെ സർഗാത്മകത അല്ലെ പ്രതിഭ കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് ചിന്മയി. അല്ലെങ്കിൽ അതൊരു എല്ലാവർക്കും ഒരു മാതൃകയാണ്. എത്ര വിലക്ക് നേരിട്ടാലും അതിനെയൊക്കെ തൻ്റെ പ്രതിഭ കൊണ്ട് നേരിടാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ചിന്മയുടെ കാര്യമാണെങ്കിൽ കഴിഞ്ഞ 7 വർഷമായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിനൊടുവിലാണ് ഇങ്ങനൊരു അംഗീകാരം, അതായത് ആൾക്കാരുടെ ഇടയിലേക്ക് അത്രത്തോളം സ്വീകാര്യത എല്ലാ കാലത്തും ചിന്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് തമിഴ് സിനിമാ ലോകമാണ് അറിയാതെ പോയത്. അപ്പം ചിന്മയി പാടിയില്ലെങ്കിൽ ചിന്മയ്ക്കെല്ലാം നഷ്ടം സിനിമാ ലോകത്തിനായിരുന്നു എന്നുള്ളത് തെളിയിക്കുകയാണ് അന്നത്തെ ഒരു ലൈവ് പെർഫോമൻസ് മാത്രം. അപ്പോൾ ചിന്മയെ സംബന്ധിച്ചവരാണെങ്കിൽ വൈരമുത്തുവിൻ്റെ പ്രശ്നത്തിൽ തുടങ്ങിയാണ് 2018 ആ വിലക്ക് തുടങ്ങിയതാണ്. അത് ഹിസ്റ്ററി, അത് പഴയ കാലഘട്ടത്തിൽ അത് മീറ്റു, അതായത് തമിഴ് സിനിമയിൽ മീറ്റു ആരോപണം തുടക്കം കുറിക്കുന്നത് ചിന്മയാണ്. 2002 സിനിമാ ലോകത്ത് വന്നാണ് പാടി. എന്നാൽ 2005 തനിക്ക് നേരിട്ട അനുഭവമാണ് 2018 തുറന്നു പറയുന്നത്. അതിനുശേഷം ആ നിയമപ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് അവിടുത്തെ ഉന്നതനായ ഒരു പ്രമുഖ നടനെതിരെ മറ്റൊരു ആരോപണം വന്നപ്പം അതിനെ പിന്തുണച്ചത്. അപ്പോൾ രാധാരവിക്കെതിരെ മറ്റൊന്നൊരു ആരോപണം പിന്തുണച്ചതോടെയാണ് സംഘടന വിലക്കുകയും ആ സംഘടന വിലക്കിനെ തുടർന്നാണ് സ്വന്തം മാതൃഭാഷയിൽ ഒരു പാട്ട് പോലും പാടാനാവാത്തത്. പക്ഷേ ആ സമയത്ത് പോലും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് 250 സിനിമകളിലധികം ആ സമയത്ത് പാടി. ഒരു മാസം 60ലധികം പാട്ട് പാടിക്കൊണ്ടിരുന്ന ആൾക്ക് കഴിഞ്ഞ 6 മാസമായിട്ട് 20 പാട്ട് പോലും പാടാൻ പറ്റിയില്ല. ഇത്ര സാഹചര്യം വന്നു. സാമ്പത്തികമായിട്ടും കരിയറിലൊക്കെ ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങളെല്ലാം നേരിട്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ പോലും മാപ്പ് പറഞ്ഞ് അവരുടെ കാലേ വീണ് മാപ്പ് പറയുന്നതൊക്കെ പലരും ഉപദേശിച്ചു. പക്ഷേ അപ്പോഴെല്ലാം ശക്തമായൊരു നിലപാടെടുത്ത് അവർ എല്ലാവർക്കും ഒരു മാതൃകയായി നിൽക്കുന്ന ഒരു പ്രതിഭ തന്നെയാണ് ചിന്മയി. തീർച്ചയായും ലിജിൻ, അങ്ങനെ തന്നെയാണ്. കാരണം ഇത്രയേറെ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും വർഷത്തെ വിലക്കുകൾ കിട്ടിയിട്ടും ഈ തൻ്റെ നിലപാടിൽ ഇപ്പോഴും ചിന്മയി ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം. 16 വർഷങ്ങൾ കൊണ്ട് 300-ലധികം ഗാനങ്ങൾ പാടിയ ഒരു ഗായികയാണ് 2018 മുതൽ ഈ വിലക്ക് നേരിടുന്നതും. ക്യാമ്പയിൻ എന്താണെങ്കിലും ശക്തമായി പുരോഗമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി മറ്റൊരു ചിന്തയിലേക്ക്, ഒരു പുനർചിന്തനത്തിലേക്ക് ഇനി തമിഴ് ഫിലിം ഇൻഡസ്ട്രി ഒക്കെ കടന്നു വരുമോ, ഒരു മാറ്റത്തിൻ്റെ തുടക്കമാകുമോ ഈ ബ്രിങ് ബാക്ക് ചിന്മയി എന്ന ക്യാമ്പയിൻ എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം.